ഹലോ എവരി വൺ, വെൽക്കം ടു എച്ച് ബോർഡ് ക്ലാസ് 9. എല്ലാവർക്കും മക്കളെ എച്ച് ബോർഡ് 9 ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നമ്മുടെ ജോഗ്രഫിയിലെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണെന്ത് പ്ലേറ്റ് ഓവർ ദ എർത്ത് ഹിസ്റ്ററീസ് ലംബേഴ്സ് അല്ലെ, ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു എച്ച് ബോർഡ് ക്ലാസ് 9. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ഒരു കാര്യം കമന്റ് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്കൂളും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് അതായത് നല്ല രീതിയിൽ നല്ല മാർക്ക് 2 മാർക്കിനും 4 മാർക്കിനൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് പെനിൻസുലാർ പ്ലേറ്റ്, ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷതകൾ ഏതാ. അപ്പോൾ 2 മാർക്കിന് വെച്ച് നിങ്ങൾ എത്ര പോയിന്റ് എഴുതണം? 2 പോയിന്റ് എഴുതണം. 4 മാർക്കിന് വെച്ച് നിങ്ങൾ എത്ര പോയിന്റ് എഴുതണം? 4 പോയിന്റ് എഴുതണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, എന്താണ് പെനിൻസുലാർ പ്ലേറ്റ് അഥവാ ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷത? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഹൈറ്റ് ഒന്ന് ചെയ്താൽ എത്രയാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്? 600 to 900 മീറ്റർ മീൻ എബോവ് സീ ലെവൽ അല്ലേ. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 600 മുതൽ 900 മീറ്റർ ഹൈറ്റിൽ വരെയാണ് എന്ത് കാണുന്നത്? പെനിൻസുലാർ പ്ലേറ്റ് അഥവാ ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഫസ്റ്റ് ഇതിന്റെ പോയിന്റ് എന്താ, ഇതിന്റെ ഒരു ഹൈറ്റ് എത്ര, ഇതിന്റെ ഉയരം 600 മുതൽ 900 മീറ്റർ വരെ ഉണ്ട്. അടുത്ത എന്താണ്, ദ ലാർജസ്റ്റ് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ്. നമ്മൾ ഈ ഒരു 9ാം ക്ലാസ്സിൽ ഒരുപാടെണ്ണം പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ദ ലാർജസ്റ്റ് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ, ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം, അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, 2ാമത്തെ പോയിന്റ് എഴുതുന്നു. അത് മാത്രമല്ല, ഇവിടെ എന്തൊക്കെയുണ്ട്, ഹിൽസ്, അതായത് വലിയ വലിയ മലകളും വാലീസ് അഥവാ താഴ്വരകളും എല്ലാം എവിടെ കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്. ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ധാതുക്കളുടെ കലവറ കേട്ടോ. ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ധാതുക്കളുടെ കലവറ. ആൻഡ് ദ ഹൈയസ്റ്റ് പീക്ക് ഇൻ ദിസ് റീജിയൻ ഈസ് ഏതാടാ? യെസ്, ആനമുടി. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാടാ? ആനമുടി. ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 4 മാർക്ക് കിട്ടും. അപ്പോൾ 4 മാർക്ക് നിങ്ങൾ 4 പോയിന്റ് എഴുതുക, 2 മാർക്ക് നിങ്ങൾ 2 പോയിന്റ് എഴുതുക. അടുത്തത് എക്സ്പ്ലെയിൻ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഡെക്കാൻ പ്ലേറ്റ്, ഡെക്കാൻ പീഠഭൂമിയുടെ സവിശേഷതകൾ വിശദീകരിക്കാനാ. എത്ര മാർക്കിന് ചോദിക്കും? എത്ര മാർക്കിനാണ് ചോദിക്കുക? 3 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെക്കാൻ പ്ലേറ്റ്, ഡെക്കാൻ പീഠഭൂമിയുടെ സവിശേഷതകൾ വിശദീകരിക്കാനാ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എന്താണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താ, ഈ എക്സ്റ്റെൻസീവ് പ്ലേറ്റ് ടു ദ സൗത്ത് ഓഫ് സത്പുര റേഞ്ച് ബിറ്റ്വീൻ വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഈസ്റ്റേൺ ഘട്ട് അല്ലേ. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് സൗത്ത് ഓഫ് സത്പുര, സത്പുരക്ക് താഴെയായിട്ട് വെസ്റ്റേൺ ഘട്ടിനും ഈസ്റ്റേൺ ഘട്ടിനും, പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ കാണുന്ന ഒരു പ്ലേറ്റ് ആണ് ഏത്, ഡെക്കാൻ പ്ലേറ്റ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ശ്രദ്ധിക്കണേ, ഡെക്കാൻ പ്ലേറ്റ് ഈ സിറ്റുവേറ്റ് ടു ദ സൗത്ത് ഓഫ് സത്പുര ബിറ്റ്വീൻ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ട് സത്പുരക്ക് തെക്കായിട്ട് കാണുന്നതാണ് ഏത്, ഡെക്കാൻ പ്ലേറ്റ് അഥവാ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ദ ടേം ഡെക്കാൻ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ സാൻസ്കൃത് വേർഡ് കോൾഡ് ദക്ഷിൺ. ദക്ഷിൺ എന്ന സാൻസ്കൃത് വേർഡ് നിന്നാണ് എന്ത് വന്നത്, ഡെക്കാൻ എന്ന ഇംഗ്ലീഷ് ടേം വന്നത്, വിച്ച് മീൻസ് സൗത്ത് എന്നാണ് എന്താ വിളിക്കുക, സൗത്ത് എന്ന് വിളിക്കുന്നു. പിന്നെ ഇവിടെ എന്തുണ്ട്, ഈ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ ഭാഗത്ത് എന്തൊക്കെയുണ്ട്, സത്പുര മൗണ്ടൈന്, മൈക്കല, അതേപോലെ മഹാദിയ കുന്നുകൾ, അതായത് എന്തൊക്കെയുണ്ട്, സത്പുര റേഞ്ചസ്, മൈക്കല റേഞ്ചസ്, മഹാദിയ ഹിൽസ്, ഇതൊക്കെ എവിടെയുണ്ട്, ഡെക്കാൻ പ്ലേറ്റുവിന്റെ നോർത്ത് സൈഡ്, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തുണ്ട്. അത് മാത്രമല്ല, ദ ഡെക്കാൻ പ്ലേറ്റോ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ റോക്സ് ലൈക്ക് ബസോൾട്ട്, ഗ്രാനൈറ്റ്, ഗ്നീസ് അല്ലെ. ശ്രദ്ധിക്കുന്ന കാര്യം എന്താ, ഈ ഡെക്കാൻ പ്ലേറ്റോയിൽ കാണുന്ന റോക്സ് അഥവാ ശിലകൾ ഏതൊക്കെയാടാ, ബസോൾട്ട് ഉണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്, നൈസ് ഉണ്ട്. ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം അല്ലെ. ഈ ഡെക്കാൻ പ്ലേറ്റോ അഥവാ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗത്ത് കാണുന്ന റോക്സ് അഥവാ ശിലകൾ ഏതൊക്കെയാടാ, എന്തൊക്കെയുണ്ടാ, ബസോൾട്ട്, ഗ്രാനൈറ്റ്, നൈസ്. ഏതൊക്കെയാണ്? ബസോൾട്ട്, ഗ്രാനൈറ്റ്, നൈസ്. ഈ ഒരു പോയിന്റ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ ആഡ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദിക്കാൻ ചാൻസ് ക്വസ്റ്റ്യൻ എന്താ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് വെസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടത്തെ കുറിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ 4 മാർക്കിന് മക്കളെ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ അവിടെ ആൻസർ ആയിട്ട് എഴുതുന്നത് എന്താടാ, ശ്രദ്ധിക്കണേ. സഹ്യദ്രി മൗണ്ടൻ റേഞ്ച് എക്സ്റ്റെൻഡിങ് അബൌട്ട് 1600 കിലോമീറ്റർ ഫ്രം കന്യാകുമാരി ഇൻ ദ സൗത്ത് സ്റ്റേറ്റ് ടു ദ ഗുജറാത്ത്. അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ വെസ്റ്റേൺ ഘട്ടിന്റെ ഫസ്റ്റ് പോയിന്റ് എന്താ നിങ്ങൾ എഴുതുന്നത്, വെസ്റ്റേൺ ഘട്ട് എവിടുന്ന് എങ്ങോട്ടേക്കാടാ, വെസ്റ്റേൺ ഘട്ട് എവിടുന്ന് എങ്ങോട്ടേക്കാ, വെസ്റ്റേൺ ഘട്ട് നമ്മുടെ കന്യാകുമാരി, തമിഴ്നാട്ടിലെ കന്യാകുമാരി മുതൽ ഏത് വരെയാണ്, ഗുജറാത്ത് വരെയാണ്. ശ്രദ്ധിക്കണേ, തമിഴ്നാട്ടിലെ കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ, 1600 കിലോമീറ്റർ നീളത്തിൽ കാണുന്ന ഒന്നാണ് എന്ത്, വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമഘട്ടം. അതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ദ വെസ്റ്റേൺ ഘട്ട് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം കന്യാകുമാരി റേഞ്ചിങ് അപ് ടു വേർ,
അപ് ടു വേർ അപ് ടു ഗുജറാത്ത്. ഇതുവരെ ഉണ്ടടാ ഗുജറാത്ത് ഉണ്ട്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 1600 കിലോമീറ്റർ, 1600 കിലോമീറ്റർ ആണ് കേട്ടോ. ദിസ് റേഞ്ച് ഇസ് വെസ്റ്റേൺ അടിച്ച് ഡെക്കാൻ പ്ലേറ്റ്യൂ. ദ ഹൈറ്റ് ഓഫ് ദിസ് റേഞ്ച് ഇസ് ഇൻക്രീസിംഗ് ഫ്രം നോർത്ത് ടു സൗത്ത്. അപ്പൊ ഇതിന്റെ എന്താ, വടക്ക് നിന്ന് തെക്കോട്ടേക്ക് പോകും തോറും ഇതിന്റെ ഉയരം കൂടി വരുന്നുണ്ട്. ആൻഡ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദിസ് റീജിയൻ ഈ സിറ്റുവേറ്റഡ് ഇൻ വെസ്റ്റേൺ ഘട്ട് അല്ലേ. അതായത് നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം, നമ്മുടെ പെനിൻസുല പ്ലേറ്റ്യൂലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാടാ? ആനമുടിയാണിത്. ആ ആനമുടി എവിടെയാണ് കാണുന്നത്? വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമഘട്ടത്തിന്റെ എവിടെയാണ് കാണുന്നത് കേട്ടോ. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിൽ ആഡ് ചെയ്യണേ, തീർന്നിട്ടില്ല. വെസ്റ്റേൺ ഘട്ട് റേഞ്ചസ് നോൺ ആസ് ആനമല ആൻഡ് എന്താടാ? ആനമല, അതേപോലെ ഏലമല. ശ്രദ്ധിക്കണേ, വെസ്റ്റേൺ ഘട്ടിനെ കേരളത്തിൽ വിളിക്കുന്ന പേരെന്താ? ആനമല എന്നും ഏലമല എന്നുമാണ്. കർണാടക തമിഴ്നാട് ഭാഗത്ത് വിളിക്കുന്ന പേരെന്താടാ? നീലഗിരീസ് എന്നാണ്. മഹാരാഷ്ട്രയിൽ വിളിക്കുന്ന പേരെന്താ? സഹ്യദ്രീസ് എന്നാട്ടോ. ആ പേര് ഓർത്തു വെക്കണേ. എന്താടാ? ആനമല എന്നും ഏലമല എന്നും എവിടെ വിളിക്കുന്നു? കേരളത്തിൽ വിളിക്കുമ്പോ നീലഗിരി ഹിൽസ് എന്നാണ് എവിടെ വിളിക്കുന്നത്? തമിഴ്നാട്ടിലും കർണാടകയിലും വിളിക്കുന്നത്. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ വിളിക്കുന്ന പേരെന്താ? സഹ്യാദ്രി എന്നാട്ടോ. അത് മാത്രമല്ല, ദൊഡ്ഡാബെട്ട is second highest mountain peak in this region which have an height of 2637 meter. അപ്പോൾ ദൊഡ്ഡാബേട്ട എന്ന് വിളിക്കുന്ന 2637 മീറ്റർ ഉയരമുള്ള ഒരു മലനിരയും എവിടെയാണ് കാണുന്നത്? ഇവിടെയാണ് കാണുന്നത്. ശ്രദ്ധിക്കണേ, അത് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ ഉയരം കൂടിയ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമഘട്ടം ചോദിച്ചാൽ നിങ്ങൾ ഇതാണ്. അപ്പം വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമഘട്ടം എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഡെക്കാൻ പ്ലേറ്റ്യൂ അഥവാ ഡെക്കാൻ പീഠഭൂമി എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ ഫീച്ചേഴ്സ് ഓഫ് പെനിൻസുല പ്ലേറ്റ്യൂ, ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷതകളും എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. ഇത് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഒരു ചാപ്റ്ററിന്റെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് എ പ്ലേറ്റ്യൂ? വിച്ച് ആർ ദി 3 ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലേറ്റ്യൂ? എന്താണ് ഒരു പീഠഭൂമി? പീഠഭൂമിയുടെ 3 വർഗീകരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ഹോംവർക്കിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. കാരണം ഇതും എക്സാമിന് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വീഡിയോയിലും ഞാൻ ഇങ്ങനെ ഒരു ബോണസ് ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തരും. ഈ ബോണസ് ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും ചേർത്തിട്ട് കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വെക്കട്ടോ. ഇനി മക്കളെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി എജ്യൂപോഡിലെ കുട്ടികൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, nafi.edupods. അപ്പോൾ നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ, എന്തെങ്കിലുമൊക്കെ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഒരു പേജിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, nafi.edupods കിട്ടും. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യുക. ഈ പേജിലേക്ക് എന്ത് ചെയ്യുക? ഒന്ന് മെസ്സേജ് അയക്കട്ടെ. സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ ഹോംവർക്കിന് ആൻസർ നിങ്ങൾ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ് ഫ്രം ക്ലാസ് 9 എജ്യൂപോഡ് ക്ലാസ് 9 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം അവർക്കൊക്കെ ജോഗ്രഫി സെറ്റ് ആവട്ടെ. അപ്പം ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.